ഇടത്തരക്കാർക്ക് കോളടിക്കുന്ന പ്രഖ്യാപനം ആണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. നിർമ്മലാ സീതാരാമന്റെ 8ാമത്തെ ബജറ്റിൽ ആദായ നികുതി പരിധി എന്നത് 12 ലക്ഷം രൂപ വരെയാക്കി ഉയർത്തിയിട്ടുണ്ട്. 12 ലക്ഷം രൂപ വരെ വാർഷിക വരുമാനം ഉള്ളവർക്കിനി നികുതി അടയ്ക്കേണ്ട. ആരോഗ്യ കാർഷിക രംഗങ്ങളിലും വൻ പ്രഖ്യാപനങ്ങൾ നടത്തിയപ്പോൾ ബീഹാറിന് വാരിക്കോരിയാണ് പദ്ധതികൾ പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഇപ്പോൾ ജോൺ ബ്രിട്ടാസ് MP ഡൽഹിയിൽ മാധ്യമങ്ങളെ കാണുകയാണ്. A.A. റഹീമാണ് ഇപ്പോൾ പ്രതികരിക്കുന്നത്. രാജ്യത്ത് ലക്ഷക്കണക്കിന് ഒഴിവുകൾ വിവിധ സർക്കാർ സർവീസുകൾ ഒഴിഞ്ഞടക്കുകയാണ്. രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട 1ാമത്തെ തൊഴിൽ ദാതാവ് എന്ന് വിശേഷിപ്പിക്കാൻ കഴിയുന്ന ഒരു മേഖല രാജ്യത്തെ സർക്കാർ അല്ലെങ്കിൽ പൊതുമേഖലാ സ്ഥാപനങ്ങളാണ്. അവിടെ ലക്ഷക്കണക്കിന് ഒഴിവുകൾ ഒഴിഞ്ഞടക്കുന്നു. അതിനെക്കുറിച്ച് സർക്കാർ മിണ്ടുന്നില്ല. രണ്ടാമത് വളരെ പ്രധാനപ്പെട്ട മേഖല, തൊഴിൽ ദാതാവ് എന്ന് പറയാവുന്ന മേഖല MSME സെക്ടറാണ്, വ്യവസായ മേഖലയാണ്. വ്യവസായ മേഖലയിലെ വളർച്ചാ നിരക്കിനെ കുറിച്ച് പ്രതീക്ഷിക്കുന്ന വളർച്ചാ നിരക്ക് 6 മാത്രമാണെന്നുള്ള എക്കണോമിക് സർവേ റിപ്പോർട്ട് പറയുന്നുണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു കാലത്ത് ആ വളർച്ചാ നിരക്ക് വ്യവസായ മേഖലയിൽ 12% മുകളിൽ പോയിരുന്നതാണ്. അപ്പോൾ പകുതിയിലധികമായി കുറയുകയാണ്. അതിന്റെ അർത്ഥം വരും കാലങ്ങളിലും തൊഴിലില്ലായ്മ രൂക്ഷമാകാനാണ് സാധ്യത. ഇതിനു പുറമെയാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ കടന്നുവരവിന്റെ ഇമ്പാക്ട്. പരിസ്ഥിതി വ്യതിയാനവുമായി ബന്ധപ്പെട്ട്, കാലാവസ്ഥാ വ്യതിയാനവുമായി ബന്ധപ്പെട്ട് വിവിധ ഇന്റർനാഷണൽ ഏജൻസികൾ തന്നെ നമ്മുടെ രാജ്യത്ത് തൊഴിൽ സാധ്യത കുറയും എന്ന് പറയുന്നുണ്ട്. തൊഴിൽ സ്വഭാവങ്ങളിൽ ഉണ്ടാകുന്ന മാറ്റം, ഇതൊന്നും അഡ്രസ്സ് ചെയ്യാനും ഇപ്പോഴുള്ള തൊഴിലില്ലായ്മ പരിഹരിക്കാനോ വരാൻ പോകുന്ന തൊഴിലില്ലായ്മ അഡ്രസ്സ് ചെയ്യാനോ കഴിയുന്നില്ല. വേറൊരു പ്രധാനപ്പെട്ട കാര്യം, രാജ്യത്ത് IT അല്ലെങ്കിൽ അനുബന്ധ മേഖല, ന്യൂ ജനറേഷൻ എന്ന് പറയാവുന്ന ഒരുപാട് തൊഴിൽ മേഖലകളിൽ വർക്ക് ലൈഫ് ബാലൻസുമായി ബന്ധപ്പെട്ട് കടുത്ത മാനസിക സമ്മർദ്ദം അനുഭവിക്കുന്ന ഒട്ടേറെ പ്രശ്നങ്ങളുണ്ട്. അതിനൊന്നും അഡ്രസ്സ് ചെയ്യുന്നില്ല. ഗിഗ് വർക്കേഴ്സിനോട് ഇശ്രാം പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യണം എന്ന് പറയുന്നു. അവർക്ക് കാർഡ് കൊടുക്കും എന്നല്ലാണ് 1 കോടി പേർക്ക് അതിന്റെ ഗുണം കിട്ടുമെന്ന് പറഞ്ഞു പോകുന്നതല്ലാതെ അവരുടെ വെൽഫെയർ മെക്കാനിസത്തെ കുറിച്ച് ഒരു കാര്യവും പറയുന്നില്ല. ചുരുക്കി പറഞ്ഞാൽ അസംഘടിത മേഖല, രാജ്യത്തെ സംഘടിത മേഖല, ഇവിടെയൊന്നും തൊഴിലില്ലായ്മ പരിഹരിക്കുന്നതിനും രാജ്യത്ത് ഉയർന്നുകൊണ്ടിരിക്കുന്ന ജീവിത ചെലവിനെ മീറ്റ് ചെയ്യുന്ന വിധം അവരുടെ വരുമാനം വർദ്ധിപ്പിക്കുന്നതിനും വരുമാനം സ്റ്റഡിയാക്കുന്നതിനുമുള്ള ഒരു പ്രപ്പോസലുമില്ല എന്നുള്ളതാണ് ഏറെ പ്രധാനപ്പെട്ട കാര്യം. കേരളത്തെ പൂർണ്ണമായി അവഗണിക്കുകയും ചെയ്തിരിക്കുന്ന ബഡ്ജറ്റാണ് ഈ ബഡ്ജറ്റ്. ശക്തമായ പ്രതിഷേധം ഇത് സംബന്ധിച്ച് രേഖപ്പെടുത്തുകയാണ്. ഇടത് MP A.A. റഹീമിന്റെ പ്രതികരണം ആണ്. കേരളത്തെ പാടെ അവഗണിക്കുന്ന ബജറ്റ് എന്നതാണ് അദ്ദേഹം പറയുന്നത്. അതേസമയം മധ്യവർഗത്തെ അഭിസംബോധന ചെയ്തുകൊണ്ടുള്ള ബജറ്റ് ആയിരുന്നു ഇന്ന് നിർമ്മലാ സീതാരാമൻ അവതരിപ്പിച്ചത്. 12 ലക്ഷം വരെ വാർഷിക വരുമാനം ഉള്ളവർക്ക് നികുതി അടയ്ക്കേണ്ടതില്ല. നേരത്തെ 7.5 ലക്ഷമായിരുന്ന വരുമാന പരിധിയാണ് ഉയർത്തിയത്. ഇപ്പോൾ NK പ്രേമചന്ദ്രൻ MP പ്രതികരിക്കുകയാണ്. കേരളത്തെ സംബന്ധിച്ച് യാതൊരു പാക്കേജുകളോ മറ്റു കാര്യങ്ങളോ പ്രഖ്യാപിച്ചിട്ടില്ല. ബഡ്ജറ്റ് ഡോക്യുമെന്റ്സിന്റെ വിശദാംശങ്ങൾ പരിശോധിച്ചതിന് ശേഷം മാത്രമേ കേരളത്തിന് ലഭ്യമായിട്ടുള്ള സാമ്പത്തിക വിഹിതത്തെ സംബന്ധിച്ചും അനുബന്ധ ആനുകൂല്യങ്ങളെ സംബന്ധിച്ചും കൃത്യമായി വിലയിരുത്താൻ കഴിയും. പക്ഷേ ലഭ്യമായ വിവരമനുസരിച്ചാണെന്നുണ്ടെങ്കിൽ കേരളം ഉൾപ്പെടെയുള്ള തെക്കൻ ഇന്ത്യൻ സംസ്ഥാനങ്ങളോടുള്ള കനത്ത അവഗണനയും അതുപോലെ നിഷേധാത്മകമായിട്ടുള്ള നിലപാടുമാണ് ബഡ്ജറ്റ് പ്രസംഗത്തിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. നിരവധി സ്ഥാപനങ്ങളും സംരംഭങ്ങളും ആരംഭിക്കുന്നതുമായി ബന്ധപ്പെട്ട പ്രഖ്യാപനങ്ങളിലൊക്കെ തന്നെ കണ്ടത് ബീഹാർ സംസ്ഥാനവും ആസാം സംസ്ഥാനം ഉൾപ്പെടെയുള്ള ചില സംസ്ഥാനങ്ങളാണ്. നമുക്കറിയാം, കഴിഞ്ഞ 2024 ജൂലൈ മാസത്തിൽ അവതരിപ്പിച്ച ബഡ്ജറ്റിൽ പ്രധാനമായും ഫോക്കസ് ചെയ്തത് ആന്ധ്രയുമായി ബന്ധപ്പെട്ട താല്പര്യങ്ങളായിരുന്നു എന്നുണ്ടെങ്കിൽ ഈ പ്രാവശ്യം ബീഹാർ സംസ്ഥാനത്ത് ഒരു യൂണിയൻ ബഡ്ജറ്റ്, രാജ്യത്തിന്റെ ഒരു പൊതു ബഡ്ജറ്റ് ഈ രൂപത്തിൽ വരാനിരിക്കുന്ന ബീഹാർ സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പിനെ ലക്ഷ്യമാക്കിക്കൊണ്ടുള്ള ചില പ്രഖ്യാപനങ്ങൾ നടത്തുക എന്ന് പറയുന്നത് തന്നെ ബഡ്ജറ്റിന്റെ ശോഭയെ കെടുത്തുന്നതാണ്. അത് സങ്കുചിതമായ ഇലക്ടറൽ തെരഞ്ഞെടുപ്പ് താല്പര്യം മാത്രം മുന്നിൽ വെച്ചുകൊണ്ടാണ് BJP ഈ ബഡ്ജറ്റ് ഇപ്പോൾ അവതരിപ്പിച്ചിട്ടുള്ളത് എന്നുള്ളത് വ്യക്തമാണ്. ഒരു കാര്യം ഞാൻ സമ്മതിക്കാൻ ആഗ്രഹിക്കുന്നു, മധ്യവർഗ വിഭാഗത്തെ സംബന്ധിച്ചിടത്തോളം 7 ലക്ഷം രൂപയിൽ നിന്ന് അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രഖ്യാപനമായി മാറുന്നത്. മധ്യവർഗത്തെ സംബന്ധിച്ചിടത്തോളം 7.5 ലക്ഷം എന്നതിൽ നിന്ന് ഇപ്പോൾ 12 ലക്ഷത്തിലേക്ക് ഈ ആദായ നികുതി സ്ലാബ് ഉയർത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. എന്നാൽ കാർഷിക മേഖല ഉൾപ്പെടെയുള്ള മേഖലകളെ സംബന്ധിച്ച് ഇത്രയേറെ കൃഷിക്കാർ അതിശക്തമായിട്ടുള്ള പ്രക്ഷോഭം നടത്തിക്കൊണ്ടിരിക്കുന്ന കാലയളവിൽ കാർഷിക ഉൽപ്പന്നങ്ങളുടെ മിനിമം സപ്പോർട്ട് പ്രൈസിനെ സംബന്ധിച്ചോ അതുപോലെ മൻരേഗയുടെ വേതന വർധനവിനെ സംബന്ധിച്ചോ
അംഗൻവാടി ആശാ വർക്കേഴ്സ് ഉൾപ്പെടെയുള്ള ലോവർ മിഡിൽ ക്ലാസിനെ സംബന്ധിച്ച് ഒന്നും തന്നെ ആശ്വാസകരമായിട്ടുള്ള ഒരു പ്രഖ്യാപനവും ബഡ്ജറ്റിൽ ഉണ്ടായിട്ടില്ല. എന്നാൽ സാലറീഡ് മിഡിൽ ക്ലാസിനെ സംബന്ധിച്ചിടത്തോളം ആദായ നികുതി പരിധി ഒഴിവാക്കിയതോടുകൂടി ഒരു വലിയ വിഭാഗം ജനങ്ങൾക്ക്, സാലറീഡ് ക്ലാസ്സിലുള്ള ജനവിഭാഗങ്ങളെ സംബന്ധിച്ചിടത്തോളം ആശ്വാസകരമാണ് എന്ന വസ്തുത അംഗീകരിക്കുമ്പോൾ തന്നെ വ്യാവസായിക രംഗത്തും കാർഷിക രംഗത്തും ഇന്ന് നേരിടുന്ന പ്രതിസന്ധിയെ അതിജീവിച്ച് മുന്നോട്ട് പോകാനുള്ള ക്രിയാത്മകമായ പദ്ധതികളോ പരിപാടികളോ ഇല്ല. മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നം, കേന്ദ്ര ഗവൺമെന്റ് തൊഴിലില്ലായ്മ നിരക്ക് കുത്തനെ കുറഞ്ഞു 3.2% കുറഞ്ഞു. 6% നിന്ന് 3.2% കുറഞ്ഞു എന്ന് സാമ്പത്തിക സർവേയിൽ പ്രഖ്യാപിക്കുമ്പോൾ തന്നെ സാമ്പത്തിക വളർച്ച അതിനനുരോധമായി ഉണ്ടാകുന്നില്ല. തൊഴിലില്ലായ്മ നിരക്ക് കുറയുകയും തൊഴിലവസരങ്ങൾ വർദ്ധിക്കുകയും ചെയ്യുമ്പോൾ സ്വാഭാവികമായും രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ച മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ട്. ആ സാമ്പത്തിക വളർച്ച പ്രതീക്ഷിച്ച 7% നിന്ന് താഴെയായി 6.4% കുത്തനെ കുറയുകയാണ് ചെയ്യുന്നത്. ഇതും ഏറ്റവും വലിയ വൈരുദ്ധ്യമാണ്. മൊത്തത്തിൽ പരിശോധിക്കുമ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അമിതമായ നികുതി നിർദ്ദേശങ്ങൾ ജനങ്ങളുടെ മേൽ അടിച്ചേൽപ്പിക്കുന്നില്ല എന്നുള്ളത് ആശ്വാസകരമാണെങ്കിൽ പോലും രാജ്യത്തിന്റെ ദീർഘകാല വികസനത്തെ മുന്നിൽ കണ്ടുകൊണ്ട് പ്രത്യേകിച്ചും കാർഷിക മേഖലയ്ക്ക് ഊന്നൽ നൽകിയിട്ടുള്ള, രാജ്യത്തെ ബഹുഭൂരിപക്ഷം വരുന്ന ജനങ്ങൾ ആശ്രയിക്കുന്ന കാർഷിക മേഖലയുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാനും പ്രൊമോട്ട് ചെയ്യാനും ഉതകുന്ന പദ്ധതികൾ ഒന്നും തന്നെ പ്രഖ്യാപിക്കപ്പെട്ടിട്ടില്ല. പയർവർഗ്ഗങ്ങളുടെ പ്രൊമോഷന് വേണ്ടിയിട്ടുള്ള ചില പദ്ധതികൾ ഒഴികെ മൊത്തത്തിൽ പരിശോധിക്കുമ്പോൾ ഞാൻ ആവർത്തിച്ച് പറയാൻ ആഗ്രഹിക്കുന്നു, കേരളമടക്കമുള്ള തെക്കൻ ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഒരു പദ്ധതിയും ഒരു നൂതന സംരംഭവും ഈ ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നില്ല എന്നുള്ളത് വലിയ പ്രതിഷേധാർഹമായിട്ടുള്ള കാര്യമാണ്. അത് ആവർത്തിച്ച് ഈ അവസരത്തിൽ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുക. യെസ്, കേരളം ഉൾപ്പെടെയുള്ള ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളോട് ചിറ്റമ്മ നയം തന്നെയാണ് ഇപ്പോഴും കേന്ദ്ര സർക്കാരിൻ്റേത് എന്നാണ് ഇപ്പോൾ എൻ കെ പ്രേമചന്ദ്രൻ എം പി പറയുന്നത്. നമ്മൾ നേരത്തെ സൂചിപ്പിക്കുന്നത് പോലെ ഈ ബജറ്റ് ബീഹാർ ബജറ്റ് എന്ന ആക്ഷേപം രാഷ്ട്രീയ എതിരാളികളുടെ ഭാഗത്ത് നിന്ന് ഉയർന്നു വരുന്നുണ്ട്. സാധാരണക്കാരായ ആളുകളെ കൃത്യമായി അഭിസംബോധന ചെയ്യുന്നില്ല. അതായത് നികുതി ഘടനയിൽ വന്നിട്ടുള്ള മാറ്റം അല്ലെങ്കിൽ ആദായ നികുതി സ്ലാബ് പരിധി ഉയർത്തി എന്നതിനപ്പുറത്തേക്ക് താഴെ തട്ടിൽ ഉള്ളവർക്ക് ജനക്ഷേമപരമായ പ്രഖ്യാപനങ്ങളൊന്നുമില്ല എന്ന വിമർശനം കൂടി നിലനിൽക്കുന്നു. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ടതായി മാറുന്നത് കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം അവകാശവാദം എന്നത് വരാൻ പോകുന്നത് 12 ലക്ഷമായി ആദായ നികുതി പരിധി ഉയർത്തിയിട്ടുണ്ട് എന്നതാണ്. അത് സംബന്ധിച്ച ബജറ്റ് പ്രഖ്യാപനത്തിലേക്ക് ഒരിക്കൽ കൂടി. I am now happy to announce that there will be no income tax payable up to income of 12 lakh rupees.